ട്രാവലിംഗ് ഷെഫ്. അപ്പോൾ ട്രാവലിംഗ് ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി ലൊക്കേഷൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാ നമ്മുടെ ബാക്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയുണ്ട്, കാണണ്ടോയെന്നറിയില്ല. അതെ, ബാക്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ മൂവി ലൊക്കേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരവാൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. നമ്മുടെ ദുൽഖർ സൽമാനും ഇർഫാൻ ഖാനും ഒക്കെ അഭിനയിച്ച ഒരു ബോളിവുഡ് മൂവിയുണ്ട്. അത് 2018 ആ മൂവി റിലീസായത്. അപ്പോൾ ആ മൂവി ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു കൊച്ചു ലൊക്കേഷൻ ഞങ്ങളുടെ അവിടെ ഉണ്ട്. അത് ആ ദൂരെ കാണുന്ന സ്ഥലത്താണ്. അങ്ങടാണ്, ദൂരെയല്ല, ഈ ഒരു പാടത്തിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിനുശേഷം ആ മൂവി ലൊക്കേഷനും കാണാം. അതിനുശേഷം നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്. അതൊരു മലയാള സിനിമയാണ്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേഗം അങ്ങോട്ട് ചലിക്കാം. അപ്പോൾ വേഗം അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കാൻ പോകണ്ടോ, അതായത് നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാൻ പോകണം. ഷൂട്ടിംഗ് കഴിച്ചാൽ ആ നേരെ കാണുന്നതുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഞാൻ ഈ വട്ടം വരച്ച് കാണിക്കുന്ന ഉള്ളിൽ ഒരു പഴക്കം ചേർന്നൊരു പള്ളിയാണ്. അപ്പോൾ അതും കാണിച്ചു തരാം. അതും ബ്രിട്ടീഷുകാർ പണിത ഒരു പള്ളിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ഞാൻ അവിടേക്കും പോയിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ സൈക്കിൾ കൂട്ടനെടുക്കട്ടെ. ഈ വഴിക്കൂടെ പോയി ചേട്ടനുണ്ട്. സൈഡ് തിരിഞ്ഞ് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തോട്ടി കിടക്കും. അതുകൊണ്ട് നമുക്ക് ഈ വഴിക്കൂടെ പോകാം, അതായിരിക്കും ബെറ്റർ. ഈ വണ്ടി ഇവിടെ നടക്കട്ടെ. എൻ്റെ പൊന്നെ ഈശ്വര, പതുക്കെ പോകണം. ഇല്ലെങ്കിൽ വണ്ടി തന്നാതിരിക്കാനും അല്ലെങ്കിൽ വീഴാനും കറക്റ്റ് സമയത്ത് ആ ചേട്ടൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പൊന്നു കൊട്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് നീങ്ങിയാലോ. വീണ്ടും നിങ്ങൾക്കായിട്ട് ഞാനൊരു ഓഫ് റോഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓഫ് റോഡ് ഓഫർ ചെയ്തതിൻ്റെ പേരിലാണ് ഈ വഴിക്കൂടെ നമ്മൾ പോകുന്നത്. കിട്ടുമുണ്ടോ ഇവിടുന്ന്? ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഓടി കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി സൂപ്പർ ആയി. നിങ്ങൾ നേരെ കാണുന്ന പാലമില്ലേ, അതുകൊണ്ടോ ഞാൻ പറഞ്ഞ പാലം. അവിടേക്ക് നമ്മൾ അങ്ങനെ കുടുക്കത്തിൽ കൂടെ ഓഫർ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഓ മൈ ഗോഡ്, ഡോഗ്. ലൊക്കേഷൻ ഇതുണ്ടോ ആ പാലം? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലമില്ലേ, കടൽ പാലം. അത് സൈഡിലേക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്ന മാസ്ക് മസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ മാസ്ക് ഊരാൻ മറക്കും. ഉറങ്ങുമ്പോൾ മാസ്ക് ഇട്ട് ഉറങ്ങണമെന്ന് തന്നെയാണ് തോന്നണത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതായത് ഒരു ബോളിവുഡ് മൂവി ഉണ്ട്, കാരവാൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇമ്രാൻ ഖാനും പിന്നെ അതേപോലെ തന്നെ ദുൽഖർ സൽമാനും പിന്നെ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു. ആക്ട്രസിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ അഭിനയിച്ച ഒരു കിടുവ് പടമുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഒരു ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിൽ ഒരു സീൻ ഇവിടെ ഉണ്ട്. അതായത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ സീൻ കാണിക്കാം. ഇവിടെ കരിക്ക് അങ്ങനെ കുടിക്കുന്ന കുറച്ച് സീനുണ്ട്. അത് കുറച്ച് ലോങ് സീനാണ്. അപ്പോൾ ഞാൻ ഷോർട്ടാക്കി എടുത്തതാണ്. അത് ഓരോ സ്ഥലത്തും കട്ട് ചെയ്ത് എടുത്തതാണ്. ആ ഒരു പാലമാണ് നിങ്ങൾ കാണുമ്പോൾ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അവിടെ ആയിരുന്നു അവർക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു അവർ ഫുഡ് കഴിച്ച് അവിടെ ഇരുന്നുണ്ടായിരുന്നതൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു പാലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തിയില്ല കേട്ടോ. ഇന്നലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എടാ ഇവിടെ ഇങ്ങനെയാണ്, ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ ബ്രദറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ആ സിനിമയിലെ ഇതാ ഒരു അഷ്ടമിച്ചിറ മാരേക്കാട് ഈ ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട്. ഇതും കൂടി കാണും. നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ ആള് MP ആയിരുന്ന സമയത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവർ കുത്തിയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് സൈക്കിളോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവർ കുത്തിയിരിക്കുന്നത്. അതേപോലെ നമുക്കും കുത്തിയിരുന്ന് കളഞ്ഞാലോ.
വേണ്ട, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ ഏതാണ് എന്നായിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അല്ലേ. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ എന്താണ് പറയുക, ഇട്ടിമാണി ഫ്രം ചൈന, ആ ഒരു മൂവി ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച പടവും ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഉള്ളിൽ വെച്ചാണ് അന്ന് ഇട്ടിമാണി ഫ്രം ചൈന ഷൂട്ട് ചെയ്തത്. ഓക്കെ, ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ഡാൻസ് സീനല്ലേ, ആ ഡാൻസ് സീൻ ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ്. നമുക്കിങ്ങനെ കാണാൻ പറ്റും ഈ ഗ്രൗണ്ടും, പിന്നെ ഈ ബിൽഡിങ് കാണാൻ പറ്റും, ഈ ഒരു ബിൽഡിങ് കാണാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഗ്രൗണ്ടൊക്കെ ഒന്ന് ചുറ്റടിച്ചിട്ട് പോവാം. ഇത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടെ എപ്പോൾ നോക്കിയാൽ 100% വിജയിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കോമഡിയാണ്. ഞാൻ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഈ മാളിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ട് വലിയ റൗണ്ട്, പിന്നെ സ്റ്റേജൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, വലിയ റൗണ്ടൊക്കെ വരച്ച് എല്ലാവരും കൂടി ഒരു മാർഗം കളി ഡാൻസ് ചെയ്യുന്നില്ലേ, അതിവിടെ വെച്ചാണ്. പക്ഷെ നമുക്കിത് ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഈ സ്കൂളൊന്നും കാണിക്കുന്നില്ല, ആ ഒരു ബിൽഡിങ് കാണിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റേജും കാണിക്കുന്നുണ്ട്, പിന്നെ ആ മാർഗം കളി കളിക്കുന്നതും മോഹൻലാലിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അവിടെ പിള്ളേർ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. കിക്ക് ബോക്സിങ് ആണെന്ന് തോന്നുന്നു, കിക്ക് ബോക്സിങ് ഓർ മൊയ്ത്തായി. എന്തല്ലേ. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷനും അങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ നേരെ കാണുന്നതാണ് മാളപ്പള്ളി. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നേരെ തിരിച്ച് പോകണം. നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് വിടണം കേട്ടോ. ലെഫ്റ്റ് തിരിഞ്ഞാലും പോവാം. ഈ മങ്കടി എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാഗത്ത് കൂടെ പോയാലും എൻ്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് 2 വഴിയുണ്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റേ പോവുള്ളൂ. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ചായ കുടിക്കാൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സൈക്കിൾ ഓട്ടിയാലും എനിക്ക് അവിടേക്ക് എത്താൻ പറ്റാറില്ല. അത് വേറെ കാര്യം. ഇപ്രാവശ്യമെങ്കിലും നടക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റ് അടിപൊളി കിടിലം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്കാണ്, ചിന്ന ബ്രേക്ക്. അതായത് നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ പറയുന്നില്ലേ, ചെറിയൊരു ബൈ, ആ ഒരു ബൈ പോലെ മാത്രമേ ഉള്ളൂ. നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.